നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചിരിക്കാനുള്ള വിഷയങ്ങൾക്കൊരു പഞ്ഞവുമില്ലാത്ത നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മളെ ചിരിപ്പിച്ചു കൊല്ലുവാനുള്ള കോമാളിത്തരങ്ങൾക്ക് പേര് കേട്ട ഒരേ ഒരു ടീമായ നമ്മുടെ സതീശനും അയാളുടെ കോൺഗ്രസും കൂടി അടുത്തൊരു ക്ലീൻജം വിഷയവുമായി ഇറങ്ങിയിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ എന്നൊരു കൊങ്ങി സമൂഹ മാധ്യമ കോമാളിയെ ശിഖണ്ഡിയെ പോലെ മുന്നിൽ നിർത്തി CPM പ്രമുഖ വനിതാ നേതാവായ KJ ഷൈനിൻ്റെ വീട്ടിൽ ഒരു MLA കയറി അതിന് അവരുടെ ഭർത്താവ് കയ്യോടെ പൊക്കി എന്നൊരു കള്ളക്കഥ ഉണ്ടാക്കിക്കൊണ്ട് അഡൾട്ട്സ് ഓൺലി മാങ്കൂട്ടം സൃഷ്ടിച്ച പേരുദോഷം മാറ്റാനായി ശ്രമിച്ചിട്ട് ഇപ്പോൾ മതിൽ ചാടിയവൻ മലനടിച്ചു വീണു എന്ന അവസ്ഥയിലാണുള്ളത്. സംഗതി നടക്കുന്നത് പറവൂരിലാണ്, അതായത് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം മണ്ഡലം. പക്ഷേ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിലാണ് VD സതീശൻ ഉള്ളത്. ടീച്ചറുടെ ജാരനായി ഈ മണുഗുണാഞ്ചന്മാർ കണ്ടെത്തിയതാകട്ടെ പൊതുപ്രവർത്തനത്തിൽ സംശുദ്ധ രാഷ്ട്രീയം വെച്ചു പുലർത്തുന്ന നാട്ടുകാരുടെ പ്രിയങ്കരനായ ഒരു MLA ആണ്. നാട്ടുകാരുണ്ടോ വിടുന്നു. കണ്ണിൽ നിന്ന് പൊന്നിച്ച പാറുന്ന അടി പൊട്ടിയപ്പോൾ പോസ്റ്റ് ഇട്ടവൻ പോസ്റ്റൊടിഞ്ഞു വീണുവെന്നാണ് കേൾക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം കേരളത്തിൽ രക്ഷയില്ലാതെ അങ്ങ് ബംഗളൂരുവിൽ കൊണ്ടുപോയി നടത്തിയ ഗർഭഛിദ്രത്തിൻ്റെ ഗത നാട്ടിൽ പാട്ടായതിൻ്റെ ക്ഷീണം തീർക്കാൻ പണ്ട് ശങ്കരാടിച്ചേട്ടൻ പറഞ്ഞതുപോലെ പൊതുപ്രവർത്തകരെ കരിവാരി തേക്കാൻ ഇച്ചിരി പരുത്തിക്കുരു, ഇച്ചിരി തേങ്ങാപ്പിണ്ണാക്ക്, ഇതുപോലെ ഇച്ചിരി മതിളിയാട്ടം, ഇച്ചിരി അവിഹിതം ഒക്കെ കഥയുടെ രൂപത്തിൽ ഒപ്പിക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ VD സതീശൻ പൊതുജന മധ്യത്തിൽ ഊടുമുണ്ടുരിഞ്ഞു പോയ അവസ്ഥയിലാണുള്ളത്. എൻ്റെ പൊന്നു സതീശേട്ടാ, നിങ്ങൾ എന്ത് ഉണ്ടാക്കി കൊണ്ടുവന്നാലും നിങ്ങളുടെ വായ്ത്താരിയിൽ അങ്ങ് വിശ്വസിച്ച് വെള്ളം തൊടാതെ വിഴുങ്ങുന്ന അടിമകളായ അടിങ്ങളെ പോലെയാണ് എല്ലാ മലയാളികളും എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് കേട്ടാ. മാൻകുട്ടനെ കൂടാതെ വലിയ കുട്ടന്മാരായ ഭൂലോക പെണ്ണുപിടിയന്മാരായ പെരുമ്പാവൂർ MLA കുന്നപ്പള്ളി എൽദോസിനെയും കോവളം MLA M വിൻസെന്റിനെയും പോലുള്ളവർ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ വീഴാനിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. അതിനിടയിൽ പുട്ടിന് പീര പോലെ ഷാഫി പറമ്പിലും അയാളുടെ കോളാമ്പി പിടുത്തക്കാരനായിരുന്ന രാഹുൽ മാങ്കൂട്ടവും കൂടി ഒരുപാട് വീടിന്റെ ചെറ്റ കൊത്തിച്ച കാര്യങ്ങളൊക്കെ അങ്ങേക്ക് അമ്നീഷ്യമോ മഗ്നീഷ്യമോ ഉള്ളതുകൊണ്ട് മറന്നുപോയതാണോ? കോൺഗ്രസുകാരും കൂടെയുള്ള ചിലരും ചേർന്ന് നടത്തിയ പറവൂരിലെ വ്യാജ ആരോപണം പുലിവാലായി മാറുകയാണ്. പോസ്റ്റുകൾ ഇട്ടവരൊക്കെ അതെല്ലാം മുക്കി തുടങ്ങി. കോൺഗ്രസിന് വേണ്ടി മണ്ടത്തരങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന BRM ഷഫീറും പോസ്റ്റ് പിൻവലിച്ച് മുങ്ങിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് തനിക്കെതിരെ കോൺഗ്രസ് അപവാദ പ്രചരണം നടത്തുന്നതെന്ന് CPM നേതാവ് KJ ഷൈൻ ടീച്ചറും പറഞ്ഞു. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് അറിയാതെ തനിക്കെതിരെ ഇത്തരമൊരു ആരോപണം ഉയരില്ല എന്നും കോൺഗ്രസിന്റെ നിസ്സഹായ അവസ്ഥയാണ് ഇതിലൂടെ വെളിപ്പെടുന്നതെന്നും അവർ പറഞ്ഞു. കാരണം കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിക്കിടെ ഒരു ബോംബ് വരുന്നുണ്ടെന്ന് കോൺഗ്രസിലെ ഒരു പ്രാദേശിക നേതാവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലൈംഗിക വൈകൃതത്തിനെതിരെയും അതുപോലെ തന്നെ അതിന് നേരിട്ട ശാരീരികമായി എൻ്റെ ബുദ്ധിമുട്ട് നേരിട്ട പെൺകുട്ടികളടക്കം അവരുടെ വോയിസ് മെസ്സേജ് അടക്കം അവരെ ഇൻ്റർവ്യൂ ചെയ്ത മാധ്യമങ്ങളുടെ അവർക്ക് കിട്ടിയിട്ടുള്ള എല്ലാ തെളിവുകളും നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിനെ ഇനി മറച്ചു വയ്ക്കാൻ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതുകൊണ്ട് മറച്ചു വയ്ക്കാൻ ഒരു പരാക്രമമാണ്. അവരുടെ ഒരു മാനസിക വിഭ്രാന്തിയിലാണ് ശരിക്കും പറഞ്ഞ UDF. അടിപൊളി.